അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അതിൻ്റെ ഉടനെ വീട്ടമ്മമാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ഞാൻ എപ്പോഴും പറയുന്നാൽ എന്തെല്ലോ തിരക്കിലായി പോയോണ്ടാണ്. കുറേ ആൾക്കാർ എന്താ മോളെ വീഡിയോ ഇടാത്ത എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിട്ടുണ്ടായിനി. ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോ എല്ലാം ഇടലുണ്ട്. ലോങ് വീഡിയോ ഇടാത്തത് ടൈമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് ചെയ്യാം കേട്ടോ. പിന്നെ വീട്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ മിറർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോറിൻ്റെ വലുപ്പത്തിൽ കുറച്ച് വലിയ മിറർ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് വീട് മൊത്തത്തിൽ അതിലേക്ക് കൂടി കാണണമെന്നുള്ള രീതിയിലുള്ള മിററും കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുറ്റത്തും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ കിച്ചണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ വീഡിയോ എല്ലാം ചെയ്യാം കേട്ടോ. സമയം പോലെ വീഡിയോ എല്ലാം ചെയ്യുക. പിന്നെന്താ, ഇന്നില്ലേ ഞാൻ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ചധികം ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി. ഇന്ന് വാങ്ങിയതല്ല, കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. ഇനിയിപ്പം അതെല്ലാം എന്തെല്ലാം ഐറ്റംസ് ആണെന്നും അതിനെ കൊണ്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതിനെ കൊണ്ടുള്ള യൂസേജും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കാം. ഇതിൽ ഞാൻ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വാങ്ങിയതാണ്. ഇതിങ്ങനെ ടിഷ്യൂ ബോക്സ് പോലെ വരുന്ന ഐറ്റമാണ്. പക്ഷേ ഈ വാങ്ങിയ ഐറ്റംസിനെല്ലാം നിങ്ങൾ പ്രൈസ് കേട്ടാൽ സത്യം പറയാൻ നെട്ടിപ്പോവും. കാര്യം നമ്മൾ പുറത്തുനിന്ന് എന്ത് ഐറ്റംസ് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണ്ടേ. പക്ഷേ ഇവർ ചെറിയ പ്രൈസിലാണ് കേട്ടോ ഓരോ ഐറ്റംസും കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ യൂസേജ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ്. ചെറിയ നമ്മൾ ടിഷ്യൂ എടുക്കുന്ന പോലെല്ലാം എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാനിപ്പം ഈ 2 കളറാണ് സെലക്ട് ചെയ്തത്. പിന്നെ വീട്ടിലെല്ലാം നമുക്കിപ്പം കൗണ്ടർ ടോപ്പ് തുടക്കാനായാലും ഗ്യാസ് ടോപ്പ് തുടക്കാനായാലും എല്ലാം നല്ല യൂസാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ അതിന് കറയും കാര്യങ്ങളൊന്നും നമ്മൾ എത്ര കറയുള്ള ഐറ്റംസ് തുടച്ച് കഴിഞ്ഞാലും അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തോട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഇതിലൊട്ടും കറ പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 139 രൂപയാണ് കേട്ടോ. ഇതിൽ കുറേ ഇതുപോലത്തെ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടല്ലേ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുടച്ചിട്ടും കൂടി കാണിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇതുപോലത്തെ ചെറിയ ചെറിയ ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാനും ഒരു പ്രത്യേക സ്ഥലം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ സ്റ്റൗ ടോപ്പും കൂടി തുടച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പില്ലേ നല്ലോണം പിഴിഞ്ഞ് തുടക്കണം കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നു മാത്രം. അടിപൊളി ഐറ്റമാണ്, എനിക്ക് ഇഷ്ടമായ ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾക്ക് ഹാൻഡ് വാഷ്, പിന്നെ പാത്രമെല്ലാം കഴുകുന്ന ലിക്വിഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഒഴിച്ച് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിന്. നല്ല ഭംഗിയുണ്ട്. നമുക്കിപ്പം കിച്ചണിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കും ഉണ്ടാവും. ഞാനിപ്പം വൈറ്റ് കളറാണ് വാങ്ങിയിട്ടുള്ളത്. 3 കളേഴ്സിലാണെന്ന് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസും ഭയങ്കര കുറവാണ് കേട്ടോ. ഇതിന് 89 രൂപയാണ് കേട്ടോ. ഇപ്പം വീട്ടിൽ കൂടുതലെല്ലാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രൈസിന് സാധനങ്ങളെല്ലാം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരെ പേജ് ഒന്ന് ചെക്ക് ചെയ്തോ, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഓയിൽ ജാറാണ്. ഇതും നല്ല ചെറിയ പ്രൈസിനാണ് കേട്ടോ ഉള്ളത്. നമുക്കിപ്പം എന്താ പറയുക, ഓയിലെല്ലാം പ്രത്യേകം ഒഴിച്ച് വെക്കാൻ, കുറച്ച് അധികം ഓയിലെല്ലാം ഒഴിച്ച് വെക്കാനായാലും സ്പ്രേ ചെയ്യാനായാലും ഇത് അടിപൊളി ഐറ്റമാണ്. നല്ല കളറിലെ കാണാൻ വേണ്ടിക്ക്. പിന്നെ ഇത് മുട്ട ഇട്ട് വെക്കുന്ന ഐറ്റമാണ്. നമ്മൾ മുട്ട എടുക്കുന്നതിനനുസരിച്ചിട്ട് തലയ്ക്ക് വരും. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം മുട്ട ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ഇതിനും നല്ല ചെറിയ പ്രൈസേ ഉള്ളൂ, 188 രൂപയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നമുക്ക് ചൂടുള്ള ഐറ്റംസ് എല്ലാം, ചൂടുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നിന്നെല്ലാം ഇറക്കി വെക്കൂലേ കൗണ്ടർ ടോപ്പിലേക്ക്. അപ്പം ടേബിളിൻ്റെ ഉള്ളിൽ വെക്കാൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചൂടുള്ള ഐറ്റംസ് എല്ലാം വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതും നല്ല ചെറിയ പ്രൈസിനാണ് കേട്ടോ. 49 രൂപയാണ് ഒരു പീസിന് വരുന്നത്.
ഇപ്പം സംഭവത്തിൽ ഒരു 1000 രൂപ 1000 രൂപ 1500 ഉണ്ടെങ്കിൽ മൊത്തം വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ലൈറ്ററാണ്. നമുക്കിപ്പം ഗ്യാസ് അടുപ്പ് കത്തിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാൻഡിൽസ് കത്തിക്കാനെല്ലാം നല്ല യൂസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ചാർജറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പം ലൈറ്റർ എന്താ പറയുക, ചാർജറോടുകൂടിയതാകുമ്പം നമുക്ക് പ്രശ്നമില്ലല്ലോ, എപ്പോഴും യൂസ് ചെയ്യാമല്ലോ, കാലങ്ങളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇതിൽ ഓരോ ഐറ്റംസും ഞാൻ തന്നെ സെലക്ട് ആക്കിയതാണ്. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ എന്താ പറയുക നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. നമുക്ക് ഓരോരോ ഐറ്റംസ് വേണമെന്ന് വിചാരിച്ചാൽ വിചാരിച്ച പോലെ എവിടെ ഉണ്ടാവുക, ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടൂല, അങ്ങനെയല്ലേ. പക്ഷേ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയേ, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവരെ കയ്യിലുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു ട്രിക്സ് ടിപ്സ് പോലെല്ലാം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം. ഇതുണ്ടിൽ സ്റ്റീൽ വെച്ചിട്ടുള്ള, നമ്മൾ സ്റ്റീൽ വെച്ചിട്ട് കുട്ടോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറ പിടിച്ച ഐറ്റംസ് എല്ലാം തുടക്കൂലേ, അതിനു വേണ്ടിക്ക് യൂസ് ചെയ്യുന്ന ഒരു ക്ലോത്താണ്. അടിപൊളിയാണ്. ഇത് കഴുകിയിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ്. ഇത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കറകൾ പോവാനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ തുടച്ചിട്ടും കൂടി കാണിക്കാം. നമ്മൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തില്ലേ, അത് വെച്ചിട്ടാണ് ഇത് തുടക്കുന്നത്. അപ്പോൾ എനിക്കിത് ഈ ഐറ്റംസ് എല്ലാം വാങ്ങാൻ പറ്റും കേട്ടോ. എല്ലാം വലിയ പ്രൈസാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങാണ്ടിരിക്കണ്ട. വീട്ടിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ചെറിയ ചെറിയ പ്രൈസിനാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റും അങ്ങനെ. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയ ഒരു ഐറ്റമാണ്. ഇത് ഞാൻ അധികം വീഡിയോസിലെല്ലാം കണ്ടിട്ട് ഇതൊന്ന് വേണോയെന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ്. കാര്യം നമ്മളിപ്പം പരിപ്പ് കടല ഐറ്റംസ് എല്ലാം ഉപയോഗിച്ചിട്ട് കവറിൽ ബാക്കി കുപ്പിയിലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം എങ്ങനെയാണ് സൂക്ഷിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ ക്ലിപ്പിലിട്ടിട്ടല്ലേ സൂക്ഷിക്കുക. പക്ഷേ ഇത് ഇതുപോലെ തന്നെ പാക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം എങ്ങനെയാണോ പാക്കറ്റ് ഉണ്ടായ അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇതുണ്ടില്ലേ, നല്ല യൂസ്ഫുൾ അല്ലേ. ഇതൊന്നും എന്തായാലും ഒരു വീട്ടിൽ വേണ്ട ഒരു ഐറ്റം കേട്ടോ. കാര്യം ഉറുമ്പ് ഇങ്ങനെ പ്രാണികൾ കാര്യങ്ങളെല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പയർത്തു അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്ന പാക്കറ്റിൽ. പക്ഷേ അരിയാലും പരിപ്പാലും കാര്യങ്ങളായാലും ബിസ്ക്കറ്റായാലും എല്ലാ ഐറ്റംസും നമുക്കിതുപോലെ എന്താ പറയുക ഒട്ടിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലേഡും വരുന്നുണ്ട്, എല്ലാം കട്ട് ചെയ്യാനുള്ള ബ്ലേഡും. അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കോട്ടെ നിങ്ങൾ എന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലെല്ലാം എന്താ പറയുക നമ്മൾ വാഷ് ചെയ്ത് വെച്ച പാത്രങ്ങളും കാര്യങ്ങളെല്ലാം അത് ഉണങ്ങാൻ വേണ്ടിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്ന ഒരു അടിപൊളി മാറ്റാണിത്. ഇതും ചെറിയ പ്രൈസാണ് കേട്ടോ. എന്താ പറയുക 168 രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലേഡില്ലേ, ആ ഒരു സംഭവം, അതിൻ്റെ പ്രൈസ് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അതും ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. ഇൻഷാല്ലാ ഞാൻ പറ്റുകയാണെങ്കിൽ അടുത്ത വ്ളോഗിലെല്ലാം പറയാം. ഇതൊരു കപ്പാണ്. ഇത് നമുക്കിപ്പം എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങൾ കോഫി അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഐറ്റംസ് വെള്ളം എല്ലാം നമുക്കിപ്പം എവിടെയെങ്കിലും കൊണ്ടുപോകാനായാലും ഇപ്പം വർക്കൗട്ടെല്ലാം ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണേ. അതിനും ചെറിയ പ്രൈസേ ഉള്ളൂ. പിന്നെ ഇതൊരു മോപ്പാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. സാധാരണ മോപ്പ് നമുക്കിങ്ങനെ ഊരി മാറ്റാനൊന്നും കഴിയില്ലല്ലോ. ഇത് വാഷ് ചെയ്യാനും പിന്നെന്താ നമുക്കിപ്പോൾ തുണി പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്താ പറയുക നമുക്കിപ്പം കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ കിച്ചൻ്റെ, അതെല്ലാം ഇത് വെച്ചിട്ട് തുടച്ചെടുക്കാൻ പറ്റും. പിന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്ലോറ് എല്ലാം. എന്നിട്ട് നമുക്കില്ലേ ഇത് ഊരിയിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മോപ്പ് എന്താ പറയുക നമുക്ക് പല ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം നമുക്ക് വാളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അത് എല്ലാം ബാത്റൂം കാര്യങ്ങൾ എല്ലാം നല്ല വൃത്തിക്ക് ഉണക്കി തുടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. ഇതൊന്ന് വാങ്ങിക്കുമോ എന്തായാലും. ഇതിനും ചെറിയ പ്രൈസേ ഉള്ളൂ കേട്ടോ. എല്ലാം ചെറിയ പ്രൈസേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെറിയ പ്രൈസിൽ വാങ്ങിയിട്ട് കൂട്ടാൻ കഴിയും. എല്ലാം യൂസ്ഫുള്ളും ആണ്. ഇത് എന്താ പറയുക ഇതുണ്ടല്ലേ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഏണി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടല്ലേ തുടക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എല്ലായിടത്തും തുടക്കാൻ പറ്റും. ഇതൊരു വൈപ്പറാണ്. പല എന്താ പറയുക ഒരുപാട് യൂസേജുള്ള ഒരു വൈപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക ഫ്ലോറിലുള്ള പൊടികൾ മൊത്തത്തിൽ വലിച്ചെടുക്കാനും പിന്നെ വെള്ളം മൊത്തത്തിൽ വൈപ്പ് ചെയ്തെടുക്കാനും എല്ലാം
യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ മാച്ചിൽ യൂസ് ചെയ്തിട്ട് അടിച്ചു വരുന്നതിന് പകരം ഇത് വെച്ചിട്ട് വൈപ്പ് ചെയ്തതിനാലില്ലേ ചെറിയ പൊടികൾ പോലും ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. ഏത് സൈഡിലേക്ക് നമുക്ക് തിരിച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും. അടിപൊളി ഐറ്റമല്ലേ, ചെറിയ പ്രൈസേ ഉള്ളൂ. യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് അധികം വൈപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ വെള്ളം വടിച്ചെടുക്കാൻ കഴിയാത്ത പോലത്തെ ഫീൽ ഉണ്ടാകലുണ്ട്. പക്ഷേ ഇത് അടിപൊളിയാണ്. അതുപോലെ തന്നെയല്ലേ ഷൂ ഇടുന്ന ഒരു കവറാണ് ഇത്. നമുക്കിപ്പം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബാഗിലെല്ലാം ഷൂ ഇടുമ്പം വലിയ വിഷമമല്ലേ കവറിലെല്ലാം കെട്ടിയിട്ട്. ഇത് എന്താ പറയുക, നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷൂസും കാര്യങ്ങളെല്ലാം ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. യൂസ് ചെയ്ത ഷൂസ് ആയാലും യൂസ് ചെയ്യാത്തതായാലും എല്ലാം വെക്കാൻ അടിപൊളിയാണ്. ഇതും ഒരു വീട്ടിൽ വേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു ഹാങ്കറാണ് കേട്ടോ. ഇതിൽ ഭയങ്കര എന്താ പറയുക, ഇത് കണ്ടേരം ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിന് ഇത്ര സ്ട്രോങ് ആണ്. നമുക്ക് എന്ത് ഐറ്റംസും ഇതിൽ കൊളത്തി വെക്കാൻ പറ്റും. പക്ഷെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രാവശ്യം ഒട്ടിച്ചിട്ട് പിന്നെയും അത് അടർത്തിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത്ര ഇത് കിട്ടൂല. അല്ലാണ്ട് എന്താ പറയുക, ആദ്യം ഒട്ടിച്ച സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വെയിറ്റും എടുക്കും കേട്ടോ. നല്ല വെയിറ്റുള്ള ഐറ്റംസ് എല്ലാം ഇതിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഞാനിപ്പോൾ ബാത്റൂമിലാണ് വെച്ചിട്ടുള്ളത്. സത്യം പറയാല്ല, അത്ര അടിപൊളിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടിപൊളി എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഇതൊരു ഹാങ്കർ തന്നെയാണ്. പക്ഷേ ഇതിന് ആണിയും സ്ക്രൂ ഒന്നും വേണ്ട. ഇത് ഡയറക്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പെല്ലാം പോകുന്നവരുണ്ടാവില്ലേ, അവർക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. കാരണം അവിടെ നിന്ന് എങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഹാങ്കർ ഇല്ലാണ്ട് വിഷമിക്കൂലേ. അപ്പോൾ ഇത് ഇതുപോലെ ഏതെങ്കിലും ഡോറിന് എങ്ങാനും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൊളുത്തി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുകയും ചെയ്യാം, എവിടെ വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. ചെറിയ പ്രൈസേ ഉള്ളൂ കേട്ടോ, 149 രൂപയാണ്. പിന്നെ ഈ ഒരു ഐറ്റില്ലേ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നിന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പുതിയ കിച്ചണിലേക്ക് ഞാൻ വാങ്ങിയതാണ്. ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല. ഇൻഷാല്ലാ പുതിയ കിച്ചണിൽ ഞാൻ ഫിക്സ് ആക്കുന്ന വീഡിയോയും കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കത്തി, കത്രിക, വലിയ സൈസിലുള്ള കത്തി, ചെറിയ കത്തി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. ഇപ്പം ലേഡീസിന് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ നമുക്ക് പാത്രത്തിനെല്ലാം എല്ലാ പാത്രത്തിനും ഇപ്പം മൂടി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അങ്ങനെയുള്ള ഐറ്റംസിൽ പൊത്തി വെക്കാൻ ഇപ്പം നമ്മൾ കുബൂസിനെല്ലാം കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടല്ലേ ഇരിക്കും സാധാരണ പൊത്തി വെക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കിത് റീയൂസബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഐറ്റംസും എല്ലാ പാത്രങ്ങളും കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ എല്ലാം ഇത് വെച്ചിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. നല്ല അടിപൊളി ഐറ്റം അല്ലേ. പിന്നെ 60 രൂപയുള്ളൂ 10 പീസ് കിട്ടും കേട്ടോ. ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലൗണ്ടറി ബോളാണ്. ഇതിന് 89 രൂപയാണ്, 8 പീസ് കിട്ടും കേട്ടോ. വാഷിംഗ് മെഷീനിലെല്ലാം നമ്മൾ ഇടുന്ന ഡ്രസ്സ് ചിലപ്പം അലക്കിയ വൃത്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ ഡ്രസ്സും ഒരുമിച്ച് ഇങ്ങനെ വീണാതിട്ടുണ്ടാവില്ലേ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിക്ക് നല്ല ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റെല്ലാം നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. എന്തായാലും വീട്ടിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഡ്രസ്സ് അലക്കാനിടുമ്പോൾ അതിൻ്റെ കൂടെ ഈ ബോൾസ് 4 ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടിച്ചു വെക്കുക, എന്നിട്ട് സാധാ അലക്കുന്ന പോലെ അലക്കുക, നല്ല വൃത്തിയായി കിട്ടും. ഇനിയിപ്പോൾ എന്നോട് എപ്പോഴും വ്ളോഗിൽ കാണുമ്പോൾ ചോദിക്കലുണ്ട്, മാച്ചി എന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഫാനൊക്കെ അത് നേർക്ക് വെച്ചുവിടേന്ന്. ഞാൻ അതിനൊരു പരിഹാരമായിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണേ. നമ്മൾ സാധാരണ മാച്ചിയെല്ലാം വെക്കുമ്പം ചിലപ്പം നല്ല മാച്ചിയായിരിക്കും വാങ്ങിയിട്ടുണ്ടാൽ ചൂല്, നമ്മൾ മാച്ചി എന്നാന്ന് പറയാം, അത് വളഞ്ഞിരിക്കും. ഇങ്ങനെ തല വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിക്ക് വാങ്ങിയ ഒരു ഐറ്റമാണ് മാച്ചി. എന്താ പറയുക, ചൂല്, മാപ്പ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. നല്ല അടിപൊളി ഐറ്റമാണ്. ഇത് യൂസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ട്, അത് ഊരിയിട്ട് നമ്മൾ എവിടെയാണോ ഇതൊട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മാച്ചി, മോപ്പ് കാര്യങ്ങൾ, നമ്മൾ മാച്ചി എന്ന് പറയുന്നതുകൊണ്ട് ഫസ്റ്റ് മാച്ചിന്നേ വരും. ചൂല്, മോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, വൈപ്പർ, അങ്ങനത്തെതെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇതെല്ലാം എന്തായാലും ഒരു വീട്ടിൽ വേണ്ട കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് പാത്രങ്ങൾ കാര്യങ്ങളും വാങ്ങും, പക്ഷേ ഇങ്ങനത്തെ സെറ്റപ്പെല്ലാം ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും കിട്ടൂല. പക്ഷേ ഇത് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവരെ പേജ് നിങ്ങൾ ചെക്ക് ചെയ്തോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ അയൽ, നമുക്ക് മഴക്കാലയിലില്ലേ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ടായിന്. ഈ ഒരു അയൽ വെച്ചിട്ടില്ലേ നമുക്ക് ജനലിൻ്റെ റൂമിൽ 2 ജനലുണ്ടെങ്കിൽ ആ 2 ജനലിൽ മൊത്തത്തിൽ അയല കെട്ടി വെക്കുക. കെട്ടേണ്ട ഒരു ഹുക്ക് ഉണ്ട്, ഇത് ചെയ്ത് വെക്കുക. ഇതാണ്ടില്ലേ
വീട്ടിനുള്ളിൽ തന്നെ അയൽ കെട്ടാൻ പറ്റും മഴക്കാലമല്ലാന്നുണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് കെട്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട്, ഇതെൻ്റെ ഉമ്മ എന്നോട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നിന്നൊരൈറ്റം കാര്യം എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇപ്പം വേനലല്ലേ, വേനലായാലും നമുക്കിപ്പം നമ്മൾ വീട്ടിൽ അയലിങ്ങനെ കെട്ടി വെക്കണ്ട എന്നെല്ലാം ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് യൂസ് ചെയ്തിട്ട് അയച്ച് മാറ്റണോ എന്നെല്ലാം വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നല്ല വെയിലെല്ലാം ഉണ്ടാകുമ്പം ഇവിടെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അത് ഊരി മാറ്റാൻ പറ്റും. അപ്പം ഇതും നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഒരുപാട് ഐറ്റംസ് ഒന്നിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനും പറ്റും കേട്ടോ. എന്തായാലും ഇതൊന്ന് വീട്ടിൽ വേണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വാങ്ങിക്കോ, ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് വാങ്ങിക്കഴിഞ്ഞാലും നഷ്ടമായിട്ട് നിങ്ങൾക്ക് എന്തായാലും തോന്നൂല കേട്ടോ. ഇനിപ്പില്ലേ ദുബായിൽ നിന്ന് പെട്ടികളെല്ലാം വന്നിട്ടുണ്ട്, മാക്സി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, പെട്ടിയെല്ലാം ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനെ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന്. കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിൽ ദുബായിൽ നിന്ന് ഡയറക്റ്റ് എന്താ പറയുക മാക്സി കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടാക്സും കാര്യങ്ങൾ എല്ലാം കൊടുക്കണം കേട്ടോ. പിന്നെന്താ, ട്രെൻഡുകൾ കുറേ പാത്രങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ട്. അതിന് റിവ്യൂവും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാൻ വേണ്ടിക്ക്. അതിൽ ഇൻഷാല്ലാ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക. പിന്നിൽ ട്രെൻഡുകളിപ്പം നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഞാൻ ഒരുപാട് റൂൾസ് അതിൽ പറഞ്ഞിട്ടുണ്ടതിന്. നമ്മൾ 7 ദിവസത്തെ ഗിവ് അവേ ആണ് കേട്ടോ വെക്കുന്നത്. അത് കൂട്ടാനും ചാൻസ് ഉണ്ട്, 10 ദിവസത്തേക്ക് ആക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇല്ലേ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ എൻ്റെ സ്റ്റോറി, ഇൻസ്റ്റാ സ്റ്റോറി നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യണം. അതിൽ ഞാൻ ഒരുപാട് ലിങ്ക് കൊടുക്കും. ആ ലിങ്കിലുള്ള ഏത് ഐറ്റംസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ പർച്ചേസ് ചെയ്യുമ്പം നിങ്ങൾ ഓഫർ കോഡ് ഇർഫാന എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യണം. പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നിങ്ങൾ എടുത്തു വെക്കണം. അപ്പം നമ്മളിൽ ഡെയിലി ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. അപ്പം അയാൾക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത, നിങ്ങൾ എത്ര എമൗണ്ടിനാണോ പർച്ചേസ് ചെയ്തത് ആ എമൗണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെ ഗിവ് അവേൻ്റെ കാര്യങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡെയിലി ഞാൻ ലിങ്ക് കൊടുക്കും. ഡെയിലി നിങ്ങൾക്ക് ഗിവ് അവേയിൽ എന്താ പറയുക പങ്കെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം, ഫ്രീ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരികയും ചെയ്യും. അങ്ങനെ വിന്നേഴ്സിന് മാത്രമൊന്നും കേട്ടോ. അതുപോലെ തന്നെയില്ലേ ട്രെൻഡുകളിലെല്ലാം ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. പക്ഷേ ഇല്ലേ ഈ ഒരു പാത്രം ഞാൻ ആദ്യം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യലാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ഒരു ദിവസം ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇതെല്ലാം പിന്നെയും എളുപ്പമുള്ള കാര്യം. പക്ഷേ ഫുഡ് ഉണ്ടാക്കലും അത് പാത്രങ്ങൾ കഴിക്കലും അത് ഓരോരോ ഭാഗത്ത് സെറ്റ് ചെയ്യലെല്ലാം ഭയങ്കര പണിയുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ അരമണിക്കൂർ 10 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന ഫുഡ് 2-3 മണിക്കൂർ എടുക്കും കേട്ടോ. ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ട്രൈപോഡ് കാര്യങ്ങൾ, ഫോൺ അവിടെ വെക്കണം, പാത്രങ്ങൾ സെറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരുപാട് ടൈം പിടിക്കും കേട്ടോ. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പണിയെടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ വരുന്നത്. ഇതിപ്പോൾ ഞാൻ ട്രെൻഡുകളുടെ വീഡിയോ ഷൂട്ട് ചെയ്യലാണ്, ഇൻസ്റ്റയിലേക്ക് ഷൂട്ട് ചെയ്യലാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ്. പിന്നില്ലേ പാരൻസിനും കുട്ടികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഷെയർ ആക്കുക. ഞാൻ അധികം ട്യൂഷൻ്റെ കാര്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പാരൻസും കുട്ടികളെല്ലാം ഒന്ന് എൻ്റെ വീഡിയോസ് കാണുന്നത്, അധികം ഉമ്മമാരെല്ലാം ഒന്ന്, കുട്ടികളെല്ലാം ഉമ്മമാരെല്ലാം ഒന്ന്. അപ്പോൾ അവരധികം എനിക്ക് മെസ്സേജ് ആയിട്ടും എല്ലാം ചോദിക്കലുണ്ട്, എന്താ പറയുക ബെസ്റ്റ് ട്യൂഷൻ ഏതാ, ചിലർക്ക് ചെറിയ പ്രൈസിനുള്ള ട്യൂഷൻ വേണം, അങ്ങനെയല്ലോ. അപ്പോൾ ഇല്ലേ എനിക്കറിയാവുന്ന കുറച്ച് നല്ല നല്ല ട്യൂഷൻ പ്ലാറ്റ്ഫോമും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത്. ഇഷ്ടപ്പെടാത്തവർ വിട്ടേ, പക്ഷേ എന്തായാലും നമുക്ക് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ പറയുക ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ആൽബ ലേണിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ ഫീല് നല്ലൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ആൽബ ലേണിങ്. 500 വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ അഡ്മിഷൻ, എന്താ പറയുക ഓണം സ്പെഷ്യൽ അഡ്മിഷൻ ഓഫർ ഇവർ കൊടുക്കുന്നത്. നമ്മുടെ മക്കളുടെ മികച്ച ഭാവിയാണ് നമ്മൾ എല്ലാവരും ലക്ഷ്യം. അത് ഇവർ ഉറപ്പാക്കി തരും കേട്ടോ. KG മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ്, CBSE, ICSE, IGCS എന്ന എല്ലാ രാജ്യത്തുള്ള വിദ്യാർത്ഥികൾക്കും ഓണം ഓഫറിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ ഇവർ കൊടുക്കും. ബേസിക് ക്ലാസ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്, പാക്കേജ് ആയിട്ടുള്ള ക്ലാസ്
എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ അടിസ്ഥാന പഠനം ഉറപ്പാക്കലാണ് ഇവരെ ലക്ഷ്യം. ആവശ്യമുള്ളവർക്ക് ബേസിക് മുതൽ ക്ലാസ് കൊടുക്കുകയും ചെയ്യും. ഇൻഡിവിജ്വൽ ട്യൂഷൻ പാക്കേജ്, ഒരു കുട്ടിക്ക് ഒരു ട്യൂഷൻ എന്ന രീതിയിൽ വ്യക്തിഗത ശ്രദ്ധ നൽകി മികച്ച വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗൾഫ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ പാക്കേജ് ഉണ്ട് കേട്ടോ. ഏത് രാജ്യത്തുള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാനും പറ്റും. അപ്പം കുട്ടികളുടെ പഠനത്തിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ, അവരുടെ വിജയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓണം ഓഫർ നിങ്ങൾ എന്തായാലും ഉപയോഗപ്പെടുത്തിക്കോ. ഇപ്പം തന്നെ ഫീസിൽ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഉറപ്പാക്കിക്കോ കേട്ടോ. ഈ ഓണം ഓഫർ നല്ലൊരു അവസരമാണ്. കുറഞ്ഞ ഫീസിൽ 500 വിദ്യാർത്ഥികൾക്കാണ് കേട്ടോ ഇപ്പോൾ ഇവർ അഡ്മിഷൻ കൊടുക്കുന്നത്. അഡ്മിഷൻ നേടാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും വേണ്ടിക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഞാനിതാ ഇൻസ്റ്റയിലേക്കുള്ള വീഡിയോക്ക് വേണ്ടിക്ക് എല്ലാം സെറ്റാക്കി എടുക്കലാന്ന് കുറേ ടൈം എടുക്കും കേട്ടോ. അത് ശരിയായിനോ, ഇത് ശരിയായിനോ, എല്ലാം ഓക്കേനോ, അങ്ങനെയെല്ലാം നോക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാ റെസിപ്പി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. റെസിപ്പിയെല്ലാം ഭയങ്കര ഇഷ്ടം. ഇൻഷാ അല്ലാ റെസിപ്പി വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതുണ്ട ഇതിലെ ട്രെൻഡുകൾ എനിക്ക് അയച്ചു തന്ന പാത്രങ്ങളാണ്. എന്താ പറയുക, ഇതിപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യലാണ്. പിന്നെ നല്ല ക്വാളിറ്റിയിലെ പാത്രമാണ്. പക്ഷെ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞേരം ഒന്ന് ഇത് സ്റ്റോക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ അവിടെ തന്നെ വെച്ച് സ്റ്റോക്കെല്ലാം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റ സ്റ്റോറി നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യാം. ഞാൻ ഒരുപാട് ഗിവ് അവേയും കാര്യങ്ങളും വെക്കുന്നുണ്ട്. പിന്നെ നാട്ടിലുള്ളവർക്ക് സ്പെഷ്യൽ ഗിവ് അവേയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേജ് ഫോളോ ആക്കാത്തവർ എന്തായാലും ഫോളോ ആക്കാനും മറക്കണ്ട. പിന്നെന്താ, അപ്പോൾ ഇതെല്ലാം തന്നെയാണ് കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിന്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവർ കുറേ ആൾക്കാർ എന്നോട് മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്ത് വീഡിയോസ് ഇല്ലാത്തതെന്ന്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് തന്നെ ആയിട്ട് വരും കേട്ടോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിട്ട് തിരക്കായി. പിന്നെ വീട്ടിൽ കൂടലിൻ്റെ ഒരു എന്താ പറയുക ചടങ്ങുണ്ട്, അതുപോലെ കല്യാണം ഉണ്ട്, അങ്ങനെയെല്ലാം ആയിട്ട് അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് തിരക്കായിപ്പോയി. ഇൻഷാ അല്ലാ നല്ല വൃത്തിയായിട്ടുള്ള അടിപൊളി വീഡിയോസ് എല്ലാമായിട്ട് വരാം. രാവിലെ ഇപ്പോൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ടിഫിന് ഞാൻ ക്യാൻറ്റീനാക്കിന് കേട്ടോ. അതുകൊണ്ട് പിന്നെ ടിഫിൻ ഒരിക്കലും കാര്യങ്ങളൊന്നുമില്ല. ടിഫിൻ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊന്നും തോന്നാം. ടിഫിൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അധികം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നാം. ഇപ്പം പിന്നെ ടിഫിൻ ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ടിഫിനിലാക്കാത്തതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും സിമ്പിളായിട്ട് ഐറ്റംസ് കഴിക്കൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊരു മടി, എന്താ ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ സാധാ ചോറ് കറി കാര്യങ്ങൾ അധികം ചോറുണ്ടാക്കൽ കുറവാണ്. ചപ്പാത്തിയാണ് ഉച്ചക്ക് ഉണ്ടാക്കൽ, അങ്ങനെ ഓട്സ് ആക്കും, അങ്ങനെയെല്ലാം തന്നെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കൽ ടിഫിലാണ്, അതാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യൽ. പിന്നെ അത് ക്യാൻഡി ആയതുകൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്യാനും ഒരു മടി, എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്നുള്ളൊരു ചിന്ത വരും. പിന്നെ എന്തെങ്കിലും പാർട്ടി വരണം, പുഡിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ആക്കാൻ വേണ്ടിക്ക്. ഇൻഷാ അല്ലാ എന്തായാലും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എല്ലാമായിട്ട് വരാൻ. നമ്മളെ കിച്ചണെല്ലാം റെഡിയായി. മാഷാ അല്ലാ അൽഹംദുലില്ലാ. നിങ്ങളെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം താങ്ക് യു സോ മച്ച്. പിന്നെന്താ, പിന്നെ ഡെയിലി ഞാൻ ഡ്രസ്സിൻ്റെയും മാക്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറയാം. പിന്നെ പ്രൈസ് എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നവരോട് എല്ലാവർക്കും എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് അത് പാർസൽ ചാർജും ടാക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് വരാം. അതുപോലെ തന്നെ 2 ക്വാളിറ്റിയുള്ള ക്ലോത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ പ്രൈസിനും ഗൾഫിൽ മാക്സിനും നല്ല പ്രൈസിനും ഉണ്ട്, ക്വാളിറ്റിയിലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. എല്ലാ പ്രൈസിലുള്ള മാക്സി അവൈലബിൾ ആണ് കേട്ടോ. 750 മുതൽ 1250 വരെയുള്ള മാക്സി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ മാക്സിൻ്റെ ക്ലോത്തിനായാലും എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ടാവും. അൽക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങുക, കീറിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത മാക്സി ഉണ്ട്. അത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് മാക്സികളും ഉണ്ട്. അപ്പം വേണമെന്നുള്ളവർ എന്താ പറയുക ഷോർട്ട് വീഡിയോസ് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ പേജ് ഫോളോ ആക്കാത്തവർ ഫോളോ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.